എന്താ എനിക്ക് ഈ സ്വത്തല്ലേ എനിക്ക് വേണം. ഇതേ ഈ ചെക്കനിക്ക് ഒരു കാര്യമില്ല അതിന് കുറെ എനിക്ക് വേണം. ഇനി എനിക്ക് വേണം മനസ്സിലായില്ലേ? തരണം. ഇതിന് നിങ്ങൾ കൊല്ലാൻ ഞാൻ പഠിക്കില്ല. ബഹളം നീ എന്തി കാണിക്കത്? തരണം. കാരണം പെണ്ണും കുട്ടികളും ചേർത്ത എന്തിനാ മുതല്? ഞാനല്ലേ എന്റെ ഭർത്താവും കുട്ടികളായിട്ട് ജീവിക്കുന്നത്? അല്ലേ? ഇവനാണോ ജീവിക്കുന്നത്? അല്ലല്ലോ. എനിക്ക് തന്നേ പറ്റൂ. എനിക്ക് ഈ സ്വത്തല്ല എനിക്ക് മാത്രമാണ്. ചേച്ചിക്ക് തരാണല്ലോ തന്നില്ലേ ചേച്ചി, പിന്നെ അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നത്? അച്ഛനെ ബുദ്ധിമുട്ടിക്കണം. അതിനൊക്കെ എന്താണ് അതിന്? ഈ ചെക്കന്റെ വാക്ക് നിങ്ങൾ കേൾക്കാൻ നിൽക്കണ്ട. നിങ്ങൾ എത്രയും കാലം നോക്കിയത് ഞാനാ, ചെലവിന് തരുന്നോ ഞാനാ. ഈ പൊട്ടനല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിപ്പോ. മനസ്സിലാകണ്ട? നിങ്ങൾക്ക് മനസ്സിലാകണ്ടോന്ന്? ഞാനാ നിങ്ങൾക്ക് ചെലവ് തരുന്നത്. തരണം. തന്നെ പറ്റൂതേ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഈ ഒരു മോനെ കൊണ്ട് ഒരു കാര്യമില്ല. അവന് പോലും ചെലവിന് കൊടുക്കണം. ഞാനും എന്റെ കെട്ടിയോനും കൂടിയിട്ടാ. മനസ്സിലാകുണ്ടാവും. നിങ്ങൾ ഈ മോനക്ക് എന്തുകൊണ്ട് എന്താ കാര്യമുള്ളത്? രാവിലെ പകലെ പറഞ്ഞിട്ട് ഈ പൊട്ടനിക്ക് എന്തുകൊണ്ട് എന്താ കാര്യം? ഞാൻ ചോദിക്കാൻ മറുപടി പറയുന്നത്. ഇത്രയും കാലം നിങ്ങൾ നോക്കിണ്ടാക്കിയത് ഞാനാ. എന്റെ മക്കളും എന്റെ ഭർത്താവും കഴിക്കേണ്ട മുതലിനാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. അത് നിങ്ങൾ എനിക്ക് തിരിച്ചു തന്നേ പറ്റൂ. പിന്നെ എന്താ നിങ്ങൾ തമ്മിലാണ് ജീവിക്കണത്? നീ എന്താണ് എടുക്കാൻ നോക്കണത്? ഞാൻ എടുക്കും. കാണിക്കണമല്ലോ. 11 വരെ കാണിച്ചു. എനിക്കൊരു കോപ്പില്ലടാ. അവന് അവന്റെ എല്ലാം കാണിക്കണം. മൊത്തം കാണിക്കും. നിന്റെ കന്തനും കാണിക്കും. എല്ലാം കാണിക്കും. നിന്റെ കന്തനെ കൊല്ലാക്കാൻ ചേച്ചി ഇങ്ങനെ തോന്നിയ ദിവസം കാണിക്കുന്നത്? അച്ഛൻ എനിക്ക് എന്തിനാ അച്ഛനാ നിന്റെ അച്ഛന്? അവസായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, മര്യാദക്ക് ഈ ഉള്ള മുതൽ കൂടി എനിക്ക് ഒഴുകി തന്നണം. ഈ ഏക്കർ കണക്കിന് സ്വത്ത് എനിക്ക് ഇവര് കൊടുക്കാൻ പറ്റില്ല. ഇത് എന്റെ അമ്മയുടെ അവകാശത്തിന് കിട്ടിയതാ. എനിക്ക് കിട്ടിയേ പറ്റൂ. ഒപ്പിടേ? എന്താ ഒപ്പിട്ടായി? ഒപ്പിട്ട് തന്നേ പറ്റേ? അച്ഛാ, ഞാൻ നല്ല രീതിക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. എനിക്ക് അതിന് ഞാൻ നിങ്ങളോട് നല്ല മലയാളത്തിലാ പറഞ്ഞത്. പിന്നെ നിങ്ങൾ എന്ത് കാര്യത്തിലാണ് ഇത് കൊട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്? ഈ ബുദ്ധിയും ബോധാണ് ഇതിന്റെ ചെക്കനിക്ക് വേണ്ടിട്ടോ. അതിനാണ് നിങ്ങൾ നിർദ്ദേശിച്ചത്. ഒപ്പിട്ട് കൊടുക്കല്ലേ? അച്ഛൻ ഒപ്പിട്ട് കൊടുക്കരുത്. ഒപ്പിട്ട് കൊടുക്കരുത് അച്ഛാ. നമുക്ക് ആകപ്പാടുള്ള അത് മാത്രമല്ല. ഒപ്പിട്ട് കൊടുക്കരുത്. അവന്റെ വാക്ക് നിങ്ങൾ കേൾക്കണ്ട. ഇതാണ് നിങ്ങളുടെ അന്ത്യം. നിങ്ങളിത് എനിക്ക് അപ്പച്ച ഞാൻ പറയുന്നത് കേൾക്ക്. അപ്പച്ച ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾ എനിക്കിത് എഴുതി ഒപ്പിട്ട് തന്ന കാലാകാലം വരെ ഞാൻ നിങ്ങളെ ഇതുപോലെ നോക്കും. ഇല്ലെങ്കിലല്ലോ ഈ പൊട്ടൻ ചെക്കന്റെ വാക്ക് നിങ്ങൾ കേൾക്കാൻ നിൽക്കണ്ട. മര്യാദക്ക് തന്ത എഴുതി തന്നു. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. അറിയാലോ സ്വഭാവം. കൊല്ലം തെരിയ ചേച്ചി അടങ്ങി ചേച്ചി. ഒന്നുമില്ല, സുഖമില്ലായിരിക്കുന്ന അച്ഛനല്ലേ ചേച്ചി? നിന്റെ ഒരു സുഖമില്ലാത്ത അച്ഛൻ. ചേച്ചി ഇങ്ങനെ വല്ലപ്പോഴും കയറി വന്ന് ഇങ്ങനെ അച്ഛനെ ഉപദ്രവിക്കുന്നത് എന്തിനാ? അപ്പച്ചനോട് എനിക്കൊരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇവന്റെ വാക്ക് അപ്പച്ചൻ കേൾക്കണ്ട. ഞാൻ എടുക്കും. ഇത് ആൾക്കാർ കാണട്ടെ. ഇത് കാണണമല്ലോ. ഇത് ആൾക്കാർ കാണണമല്ലോ. ഒറ്റ ആള് കാണും. ഈ ചെക്കന്റെ വാക്ക് നിങ്ങൾ കേൾക്കണ്ട അപ്പച്ച. എന്റെ വാക്ക് കേട്ടോ. നാളെ മുതൽ ഇല്ലെങ്കിൽ നിങ്ങൾ പട്ടിണിയാണെന്ന് മറക്കണ്ട. ഞാൻ മലയാളത്തിൽ പറയേണ്ടത് നിങ്ങൾ പട്ടിണിയാണ്. ഇവന്റെ വാക്ക് കേട്ട് എനിക്ക് ഈ സ്വത്ത് എഴുതി തരാതിരുന്ന നിങ്ങൾ പട്ടിണിയാണ്. എനിക്ക് തന്നതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. പക്ഷെ ഈ ബുദ്ധിയും ബോധനും കെട്ടോളും മക്കളില്ലാത്ത ഇവന്റെ വാക്ക് നിങ്ങൾ കേട്ടാ ഉറപ്പിച്ചോ നാളെ നിങ്ങൾക്ക് അന്ത്യം. എഴുതി കൊടുക്കരുത്. അത് എഴുതി കൊടുക്കരുത്. എന്റെ അപ്പച്ചൻ പിന്നെ നിങ്ങളുടെ മാത്രമാണ് അപ്പച്ചൻ വരുന്നത്. ചേച്ചിന്ന് വിളിച്ച ആക്കോട്ടെ നമ്മൾ വേറെ ഒന്നും വിളിപ്പിക്കരുത്. എന്താ ചലിച്ചാൽ നിങ്ങൾക്ക് മാത്രം ചലിച്ചാൽ മതിയോ? നിങ്ങൾക്കുള്ള അവകാശം പോലെ എനിക്കുണ്ട്. അപ്പച്ച അവന്റെ വാക്ക് നിങ്ങൾ കേൾക്കണ്ട. എന്റെ വാക്ക് ഒപ്പിട്ട് കൊടുക്കരുത്. അപ്പച്ചൻ ഒപ്പിട്ട് തരും. ഒപ്പിട്ട് തരും. അപ്പച്ച നാളെ മുതൽ അപ്പച്ചന് ഒരു പ്രശ്നമില്ലാതെ ഞാൻ നോക്കിക്കോളാം. എന്റെ വീട്ടിലോട്ട് വരുമ്പോ ഈ നായനെ കൊണ്ടുവരണ്ട. കേട്ടല്ലോ? അപ്പച്ചനെ ഞാൻ നോക്കിക്കോളാം. നാളെ തന്നെ അപ്പച്ചൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എന്റെ ഊർക്ക് പോലെ കേട്ടാ. അവിടെ ഒരു ഷെഡില് അപ്പച്ചന് കഴിയാം. മരിക്കോണം കഴിയും. പോട്ടെ. പിന്നെ നിങ്ങളുടെ പെരട്ട മോന്റെ വാക്കും കേട്ട്
നാളെ എനിക്ക് ഒപ്പിട്ട് തന്ന പേരിലെങ്ങാനും കോടതി, പോലീസ്, TV, പത്രക്കാര് പറഞ്ഞു എന്റെ പെരക്കകത്തോട്ടെങ്ങാനും വന്നാ തന്റെ കൊന്നു കളയാൻ പോലും മടിക്കില്ല ഞാൻ. എന്ത് പാവാണ് ഈ ചെയ്തത്? ചേച്ചി ഇതിനെന്തായാലും ഞാൻ ഇതിന് നിയമോട് നടപടി സ്വീകരിക്കും എന്തായാലും. പോടാ എന്ത് പോടാന്ന് സ്വത്ത് എന്ത് നിങ്ങൾക്ക് അവകാശപ്പെട്ടോണ കാര്യം ഞാൻ ഇരിക്കുമല്ലോ. ഇതുവരെ കെട്ടിച്ചവരെല്ലാം തന്നു വിട്ടതല്ലേ നിങ്ങൾക്ക്? ഇവന്റെ വാക്ക് കേട്ടെ നിങ്ങളെങ്ങാനും ഇറങ്ങ തൊന്തേ മറക്കണ്ട. വിഷം തന്നിട്ടോ കുറച്ച് മുഖ്യം കൊന്നു കളയും നിങ്ങളെ. എന്നിട്ട് ഇവിടെ കെട്ടി തൂക്കും. ഒരു മനുഷ്യന്റെ കൂട്ടല്ല. ദേ ഈ പൊട്ടം പറഞ്ഞ ഒരു വാല്യൂ ഇല്ല. ചേച്ചി ഇതിപ്പോ എല്ലാം പറയുന്ന റെക്കോർഡാ. അതിന് ഇത് ഞാൻ നാട്ടുകാരെ അറിയിക്കും, നാട്ടുകാരെ അറിയിക്കും. നിങ്ങൾ മറക്കണ്ട. നാട്ടുകാരെ ഈ അറിയിക്കും. ചെക്കനെ ഇങ്ങനെ വെളയോടെ വിട്ടാ നാട്ടുകാരെ അറിയിക്കും ചേച്ചി. ഇനി ഭീഷണിപ്പെടുത്തിയൊന്നും വേണ്ട. കിട്ടാനുള്ള കിട്ടിയില്ലയോ? പോയിക്കോ. ഇനി എന്താന്നുള്ള എനിക്കറിയാം എന്താന്നുള്ള നോക്കാൻ. കിട്ടാനുള്ള കിട്ടിയില്ലയോ? എന്റെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ ചേച്ചിക്ക് കിട്ടാനുള്ള അത് നിങ്ങൾ കിട്ടിയില്ലയോ? ആദ്യം മറക്കണ്ട കേട്ടോ. മറക്കണ്ട തന്നെ. ഇപ്പൊ ഉള്ളതോടെ അപ്പച്ചിട്ട് എഴുതി കൊടുത്തില്ലയോ? എഴുതി കൊടുത്തില്ലയോ? നീ എന്താന്ന് വെച്ചാ കാട്ട്. എന്റെ അപ്പച്ചനല്ലടാ എനിക്ക് എഴുതണം. നിനക്ക് എന്തിന്റെ കേടാടാ? നിനക്ക് എന്തിന്റെ കേടാടാ? ചേച്ചിക്കുള്ള അവകാശം പോലെ എനിക്കുണ്ടത്. ആ ഉണ്ടെങ്കിൽ നീ ഉണ്ടാക്കിക്കോടാ. എന്താ ഉണ്ടാക്കുന്നത്? നിങ്ങൾ വല്ലാണ്ട് ഇങ്ങനെ തുള്ളാൻ നിൽക്കണം. നീ ഞാൻ കേസാക്കും. ഞാനിത് കേസാക്കും. സ്വത്ത് ഞാൻ എഴുതി നിങ്ങൾക്ക് നീ കേസ് കൊടുക്കടാ. നിങ്ങൾക്ക് മാത്രമല്ല അധികാരമുള്ള. എനിക്ക് നിങ്ങൾക്ക് മാത്രമല്ല അധികാരമുള്ള. ആർക്കാണ് നിങ്ങൾക്ക് മാത്രമല്ല അധികാരം. നിങ്ങളെ പോലെ എനിക്കുണ്ട് അധികാരം. നിങ്ങൾ അതല്ല ആയിക്കോട്ടെ. ആ ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന്. ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. സംഭവം ശരിയാ. ഭ്രാന്തനല്ലേ? ഭ്രാന്തന്റെ വാക്കിന് വില ഉണ്ടാവും. ഒരു വില ഉണ്ടാവും. വില ഉണ്ടാവും ഇല്ല എന്നുള്ളത് നമ്മൾ നോക്കിക്കോ. വിലയുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കിക്കോ. പട്ടി പോലും വിലയുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കിക്കോ. മനുഷ്യൻ കേൾക്കില്ലടാ. തെളിവുണ്ടല്ലോ എന്തായാലും തെളിവുണ്ടല്ലോ എന്തായാലും തെളിവുണ്ടല്ലോ നമുക്കറിയാം എന്താന്നുള്ളത്. ഒറ്റ കാര്യം മാത്രം നിങ്ങളോട് പറഞ്ഞു. ഈ ചക്കൻ നിങ്ങൾ ഒതുക്കിക്കോ. കാരണം നിങ്ങൾക്ക് ആ പിന്നെ അത് ചേച്ചി കാര്യമൊന്നുമില്ല. അച്ഛനിപ്പോ അല്ല സമാധാനമല്ല ഉള്ളതോടെ കൊടുത്തില്ലയോ? ഇനിയിപ്പോ എന്താണെന്ന് വെച്ചാൽ അനുഭവിച്ചോ.